ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒരുമിച്ചൊരു ട്രിപ്പൊന്നും പോയില്ല. ജസ്റ്റ് അവിടെ എവിടെയൊക്കെ വൈകിട്ട് കുളിക്കാനോ നനയ്ക്കാനൊക്കെ പോയതല്ലാതെ എല്ലാവരോടും ഒരുമിച്ചൊരു ട്രിപ്പ് പോയില്ല. കാരണം ഞങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മൂമ്മ ഹോസ്പിറ്റലിലായിരുന്നു, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സിറ്റുവേഷൻസ് അതായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന്. ഈ ട്രിപ്പിൽ തന്നെ എല്ലാവരും ഇല്ല, കാരണം സാഹചര്യങ്ങൾ കാരണം നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ആൾക്കാരുമായിട്ട് പോണത്. കാരണം അമ്മുമ്മയ്ക്കൊന്നും വയ്യാത്തതുകൊണ്ട്. സോ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുകയാണ്. സ്കിന്നിൻ്റെ ഗ്ലോ കണ്ട. സോ ഈ ഒരു ഗ്ലോയിങ് റുട്ടീൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് പോയി നോക്കിട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ്സ് ഡു എ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഗൈസ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്കിൻ ഭയങ്കര ഫ്രഷ് ബ്രൈറ്റ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യാം. ആദ്യം എൻ്റെ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഒരു ജെൻറ്റൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ആക്നെ മാർക്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് 10% നയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു എസെൻഷ്യൽ പാർട്ട് എന്ന് പറയും ഞാൻ. ബിക്കോസ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർവ് ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആക്നെ മാർക്സ് ഓൾ ഓവറുള്ള ഫേസിലുള്ള എല്ലാം ഡാർക്ക് സ്പോട്ട്സും ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നോക്കുകയാണെങ്കിൽ നാസിനമൈഡ് ഉണ്ട്, സ്കിൻ ബ്രൈറ്റൻ ആക്കാനും. ജാപ്പനീസ് റൈസ് വാട്ടർ സ്കിൻ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റുട്ടീനാണ്. ആൻഡ് നിങ്ങൾക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, നോൺ സ്റ്റിക്കി അല്ല. ആൻഡ് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ സ്പോട്ടിൽ തരും. ഫേസിലും നെക്കിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസാണ് ഏത് പ്രോഡക്റ്റിനും റിസൾട്ട് തരുന്നത്. സോ ഓൺ ഡേ ട്രാൻസ്ഫോർമേഷൻ ഇല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം ലേറ്റർ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് എൻ്റെ ഫേസ് ഒന്ന് ലൈക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെയർ ചെയ്ത് കൊടുക്കും. ഒരു ലൈറ്റ് വെയിറ്റ് ഒരു നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എടുക്കുക ആൻഡ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ഒരു സിമ്പിൾ റുട്ടീൻ ആൻഡ് വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് വിത്തിൻ വീക്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ എൻ്റെ റിവ്യൂ മാത്രം നോക്കണ്ട, മറ്റുള്ളവരുടെ റിവ്യൂ നോക്കാം. ആൻഡ് എനിക്കിത് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറത്തിൽ ഒരു സിറം ഞാൻ ഈ ഒരു സിറം സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോഴെന്നല്ല, കുറച്ച് കാലം മുന്നേ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. വിസിബിൾ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. ആൻഡ് സ്കിന്നിൻ്റെ ഗ്ലോയും അറിയാൻ പറ്റും. ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ എവിടെ പോണു, എന്ത് പോണു എന്നുള്ളത് ആക്ച്വലി ഇതൊരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരിക്കൽ കാർത്തികേയനൊക്കെ പൊതിച്ചോറും കൊണ്ട് പൊന്മുടിയിൽ കഴിക്കാൻ പോയ സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ സിറ്റിയിൽ എന്തോ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് വല്ല അങ്ങനെ വേറെന്തോ സിറ്റിയിലാണല്ലോ. അപ്പം എന്താ ഞാൻ വേറെന്തോ ആവശ്യമായിട്ടാണ് നിന്നത്, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ എപ്പോഴേ ചാടിക്കയറിപ്പോയാണ് പൊതിച്ചോറാം കുന്നാന്ന് വെച്ചാൽ എനിക്കിങ്ങനത്തെ പരിപാടിയാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് എനിക്കത് ഭയങ്കര ഇതായിരുന്നു. ഈശ്വര, എന്നെങ്കിലും പോകണം, എല്ലാവരുമായിട്ട് അവിടെ പോയി ഒരു പിക്നിക്ക് പോലെ സെറ്റ് ചെയ്ത് ഫുഡ് കഴിക്കണമെന്നുള്ളത്. ഗൈസ്, അത് ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഇരുന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഞാൻ പോവാറുണ്ട് ഈ പൊന്മുടിയിലോട്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നടത്തണം. അപ്പം ഞങ്ങൾ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് മഴക്കോള് കാണുമ്പോഴത്തേക്ക് ഞാൻ ഓടും. കാരണം അവിടെ മഴ പെയ്ത് കോടയൊക്കെ വന്ന് നല്ല സൂപ്പർ സെറ്റപ്പായിട്ടിരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവരും ഉണ്ട്, സോ പ്ലാൻ ചെയ്ത് ഫുഡ് പൊതിച്ചോറ് ഉണ്ടായിക്കൊണ്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. മഴ തുടങ്ങിയിവിടെ പൊതിച്ചോറ് ഉണ്ടായിക്കൊണ്ട് പോവാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ സാഹചര്യങ്ങൾ നടന്നില്ല. കാരണം എനിക്ക് ഇപ്പം കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. സോ ആ സ്കില്ലെന്ന് പറയണത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ്. എനിക്ക് ആദ്യമേ എനിക്കറിയാം, ഞാൻ വന്നപ്പോഴേ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ട് വന്നതല്ല, ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ്. നല്ല ടൈം എടുത്ത് പഠിച്ചൊരു കാര്യമാണ്. അതും എനിക്കൊരു റെസിപ്പി ബുക്കുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരാൾ വേണം, പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, നടക്കൂല ഗൈസ്. കാരണം എനിക്ക് നല്ല ടൈം വേണം, എനിക്ക് തലേദിവസം പ്ലാൻ ചെയ്യണം, എല്ലാം എടുത്ത് വയ്ക്കണം. ഒന്നെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല,
അല്ലെങ്കിൽ ഞാൻ ആരെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് വയ്ക്കാം. അമ്മ അങ്ങനെ കൊണ്ട് അമ്മയുടെ ഒരു ഹെൽപ്പ് വേണം. സോ അങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ എടുപ്പിടിയെന്നും പറഞ്ഞ് പെട്ടെന്നൊരു വീട്ടിൽ വെച്ചെന്ന് അത് 2 കലം എടുക്കൂ, ചിക്കൻ കലം എടുക്കൂ എന്നും പറഞ്ഞ് അങ്ങനെ എനിക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് മീൻ ഒന്ന് വന്നപ്പം മീൻ അടിപൊളിയായിട്ട് സീരിയസ്ലി വരില്ല ഗൈസ്. എനിക്ക് ഞാൻ ഭയങ്കര സൂപ്പറായിട്ടുണ്ടാകും. ലൈക്ക് മീൻസ് എനിക്ക് അധികം ഭയങ്കര ഞാൻ അങ്ങനെ കുക്ക് ചെയ്യില്ലെങ്കിലും പക്ഷെ ഞാൻ കുക്ക് ചെയ്യണം ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ പറയാം ഗൈസ്. അപ്പം അന്ന് പൊതിച്ചോറുണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ച് പൊതിച്ചോറുണ്ടാക്കിക്കൊണ്ട് പോവാം എന്ന്. പക്ഷേ നടക്കൂല, കാരണം അതിന് രാവിലെ എണീക്കണം, എല്ലാം ഇതാണ്. അപ്പം നടക്കൂല എന്നെ കൊണ്ട്. എനിക്ക് മീൻസ് ഞാൻ ഒരു ബാക്ക് ടു വർക്ക് മൂഡ് വന്നില്ല. കാരണം ഞാൻ കുറച്ചും റെസ്റ്റ് എടുക്കണം, അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. കാരണം ഉറക്കമൊന്നും അങ്ങോട്ട് കറക്റ്റ് ആവല്ലാണ്ട് ഇപ്പം തന്നെ കണ്ണിൻ്റെ താഴെ ഒരു നീരാണ്. ഓക്കെ, അപ്പം ഉറക്കമൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട് സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവാമെന്ന്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ പോവാം, നമുക്ക് പോയി അവിടെ നിന്ന് കഴിച്ച് എല്ലാവരോടും ഒരുമിച്ച് കഴിച്ച് ജസ്റ്റ് എൻജോയ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒരു പിക്നിക്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ എവിടെ പോണ്? പൊന്മുടി പോണ്. അവിക്കുട്ട എവിടെ പോണ? അവിക്കുട്ട പൊന്മുടി. അന്റെ ഒന്നുകൂടെ പറ. പൊന്മുടി. സോറി ഹരിത, എവിടെ പോണ്ടേ? ഓക്കെ ഗൈസ്, നമ്മള് പൊന്മുടി പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പൊതിച്ചോറ് ബാക്കിൽ വാങ്ങിച്ചു വെച്ചാൽ നല്ല അടിപൊളി പൊതിച്ചോറും എന്നും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊതിച്ചോറും നല്ല അയലയും ചാളയും മീൻ പൊരിച്ചതും ഉണ്ട് ഗൈസ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വീട്ടിലെങ്ങും സ്ഥലം ഇല്ലേന്ന് ചോദിച്ചാല് ഇന്നാള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ ഞാനും അബിയും അപ്പുവും കൂടെ പോയി. കൊല്ലം കൊട്ടാരക്കര വരെ ഞങ്ങൾ ചായ കുടിക്കാൻ മാത്രം പോയി. സോ ഞങ്ങൾക്ക് പ്രാന്താണോ ചോദിച്ചാൽ യെസ്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചികിത്സയിലായിരുന്നു. കമന്റ് ബോക്സിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രാന്താണെന്ന്. യെസ് ഗൈസ്, ഇന്നലെയും കൂടെ പോയി കുറച്ച് ഷോക്ക് അടിച്ചതേ ഉള്ളൂ. കാരണം ചില സമയത്ത് ഞാൻ അബ്നോർമലാവും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പൊന്മുടി പോണ് ഗൈസ്, ഓൺ ദ വേ. സത്യം ഇന്നലെയൊക്കെ പെരുമഴയായിരുന്നു, മിനിഞ്ഞാന്നും പെരുമഴയായിരുന്നു, ഇന്നായപ്പോൾ കൊട്ടൻ വെയിൽ. പക്ഷെ കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കോട ഉണ്ടാവും എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഇവർക്കൊന്നും ഒരു മൂടില്ല, അബിക്കൊന്നും അക്കുനൊന്നും ഒരു താല്പര്യമില്ല. അക്കുനൊക്കെ വെള്ളത്തിൽ ഇറങ്ങണം മുഖം മാറണമെങ്കിൽ. അക്കു ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അക്കു ഫാൻസിനൊക്കെ ഒരു ഹായ്. എനിക്കിങ്ങനെ ഇപ്പം പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്യാണ്ട് അക്കുനെ കാണാനൊക്കെ വേണ്ടിട്ട്. ഓക്കെ ഗൈസ്, ചോറ് വേണം അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടി. ആ ചോറും ആ കറിയും അവിയലും മീൻ പൊരിച്ചതും നമ്മളെ കുഴച്ചടി. അതാണ് നമ്മളെ പ്ലാൻ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ആൻഡ് ലെറ്റ്സ് എൻജോയ് ദ ട്രിപ്പ്. ഞങ്ങള് മാത്രം ബാക്കിലിരിക്കുന്ന മൂങ്ങകൾ അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. അവിക്കുട്ട എന്താ അവിക്കുട്ട ഒരു വിഷമം? കരഞ്ഞോണ്ടിരിക്കരുത് ഇത്ര നേരം. ഓക്കെ അല്ലേ അവിക്കുട്ട? ഓക്കെ ആണോ? മാളൂരിന്റെ കൂടെ കണ്ടാ നൈസ്. ഒരു ജീൻസിന്റെ പ്രശ്നമാണ്. അക്കുവിന്റെ ജീൻസ് അബിയുടെ ജീൻസ് അക്കു എടുത്തിട്ട്, കാരണം അബി ഭയങ്കര വൃത്തിയാണ്. അവന്റെ ഡ്രസ്സും അവന്റെ കാര്യങ്ങളും എല്ലാം പൊന്നെ പോലെയാണ് സൂക്ഷിക്കണത്. അപ്പൊ അക്കു എന്ന് പറയുന്നത് ചെറുക്കനാണ്. അവൻ എവിടെയെങ്കിലും കൊണ്ടിട്ട് പോറുക. അപ്പം അവനത് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവൻ എന്തെങ്കിലും ഒക്കെ എടുത്തില്ല. അങ്ങനെ സം സിബ്ലിംഗ് തിങ്സ് ഗൈസ്. അങ്ങനെ അതിനൊക്കെ കരഞ്ഞും വിളിച്ച് അങ്ങോട്ട് വരച്ച അവൻ കരയുമ്പോ അവൻ ചിരിക്കും. അതെ, ഞാൻ പണ്ടൊക്കെ പകുതി എഴുതിട്ടൊക്കെയാണ് കമ്മലൊക്കെ ഊരി അങ്ങനെ. അതായത് ആബി കരയുമ്പോ അക്കു ചിരിക്കും, അക്കു കരയുമ്പോ ആബി ചിരിക്കും. എന്നിട്ട് മറ്റേ ഇതാണ് എന്തോന്ന് വെള്ളി നക്ഷത്രത്തിലെ ജഗദീഷും ജഗദീഷും മഴ വേണോ? ഓക്കെ. അപ്പൊ ഗൈസ് കോടമഞ്ഞ് സൗണ്ട് വന്നില്ല. സൂപ്പർ അല്ലേ? സോ യെസ് കം ഓൺ. ഏകദേശം ഇവിടെ കല്ലാറെത്തിയായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാട് പിടിച്ച് കിടക്കണം. അതാണ് കല്ലാറ്. കല്ലുകൊണ്ടാറുണ്ടെന്ന് ഹരിതയാണ് ആ ചെള്ളുവിൻ്റെ ഓണർ. സോ ഗൈസ്, അത് ഉണ്ടല്ല, അത് ഈ ഗ്രില്ലിട്ടേക്കണണ്ട, അത്
പണ്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ കുളിക്കാൻ വരും. കുളിക്കാൻ വരുന്ന സമയത്ത് ഈ മഴവെള്ളം വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അങ്ങനെ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് ഗ്രില്ലിട്ടേക്കണത്. എന്നുവെച്ചാൽ പിള്ളേർ ഇറങ്ങാതിരിക്കും. അതായത് ഞാനൊക്കെ 10ലും +1 +2 പഠിക്കുന്ന സമയത്ത് ഈ നമ്മളവിടെ ട്യൂഷൻ സെൻ്ററിൽ നിന്നൊക്കെ പയ്യന്മാർ കുളിക്കാൻ വന്നേക്കായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു. വരും സ്ഥിരം ഇത് പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിതാ ഇപ്പം ഇവിടെ എത്തി. മറ്റേ മീൻമുട്ടി വാട്ടർഫാൾസ് ആണോ? ആ വേണോ? ആ, മീൻമുട്ടി വാട്ടർഫാൾസ്. നമ്മൾ കറക്റ്റ് വെച്ചാൽ 4 മണിക്ക് മുന്നേ നമ്മൾ അവിടെ എത്തണം. എങ്കിലേ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ പറ്റും. 4 മണി എന്നുള്ളൊരു 4:10 4 ചിലപ്പോൾ അവർ കയറ്റില്ല. ഡിപ്പെൻസ് ഓൺ ദെയർ മൂഡ്. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ 4:15 അവിടെ എത്തി. കയറ്റില്ലല്ലോ അപ്പോട്ട് നമ്മൾ ഇല്ല, കയറ്റൂല. ഓ സോറി, ഇതാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. മീൻമുട്ടി വാട്ടർഫാൾസ് ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്രക്കിങ് പോലെയാണ്. നമുക്ക് നടന്ന് നല്ല ഒരു വനം, നല്ലൊരു കുന്നും തേരിയൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് വാട്ടർഫാൾസാണ്. ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയ സ്പോട്ട് സീനാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റൂല. അങ്ങനത്തെ ഒരു സീനുണ്ട്. എന്നാൽ ഗാർഡുകൾ പോലും ഇറങ്ങൂല എന്നാണ് അന്ന് അവിടെ നിന്ന് ആ ഗാർഡ് പാവം പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്താ ഓൺ ദ വേ. ഹരിത റെസ്റ്റോറൻ്റ് ആണോ? ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളിപ്പം പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ബസ്സുണ്ട്. തമ്പാനൂരെന്ന് ബസ്സുണ്ട്. സോ രാവിലെ പോണേക്കാളും ആഫ്റ്റർനൂൺ പോകണേ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കയ്യിൽ ക്യാഷ് എടുക്കണം പോകുമ്പോഴത്തേക്ക്. കാരണം അവിടെ റേഞ്ച് ഇഷ്യൂസ് കാരണം നമുക്ക് ഫോൺ പേ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇഷ്ടം പോലെ തിന്നാനൊക്കെ കാണും. എന്തൊക്കെയോ ചേച്ചി വേവിച്ച് വെച്ചേക്കണം. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ തിന്നാനൊക്കെ കാണാം. അത് ഉപ്പിലിട്ടത്, ചായ, ബ്രെഡ് ഓംപ്ലേറ്റ്, മാഗി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫോൺ പേ ചെയ്യാന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണം കിട്ടൂല. നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ചേ ഇല്ല. അപ്പം അതുകൊണ്ട് കയ്യിൽ എപ്പോഴും ക്യാഷ് വെക്കണം. പിന്നെ ഇവിടെ വെച്ചാൽ ഇപ്പം പുതുതായിട്ട് ഇവിടെ സിപ്പ് ലൈൻ തുടങ്ങി. അപ്പം തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഇവിടെ പുതുതായിട്ട് ഒരു സിപ്പ് ലൈൻ തുടങ്ങി. പോയാലേ നമുക്ക് തിരിച്ച് വരുമ്പോൾ. ഇപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പം കണ്ടാ ചേട്ടൻ വിളിച്ചു പറയണേ സിപ്പ് ലൈനൊന്നും. ഇതുവരെ സിപ്പ് ലൈൻ പോയിട്ടില്ല. അപ്പം നമുക്ക് സിപ്പ് ലൈൻ പോവാം. അബിക്ക് വെക്കൂനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഉണ്ട്, ഇന്നാളും ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ നീ എന്താ സമ്മതിക്കാത്ത? ഒറ്റയ്ക്കേ പോവുള്ളൂ സിപ്പ് ലൈന്. നമ്മളിതാ വനമേഖലയിൽ കയറി ഗൈസ്. ഇനി ഇത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും അടിപൊളിയാണ്. സോ അപ്പം നമുക്ക് ഓൺ ദ വേ ആണ്. ഇനി നമുക്ക് ചുരങ്ങൾ കയറാം. ഇവരൊക്കെ കണ്ട ചീവീടിന്റെ സൗണ്ട് കേട്ടാ. അപ്പം തന്നെ എനിക്കെന്തോ ക്രിക്കറ്റ് ആണല്ലേ. ഞാൻ തായ്ലാൻഡിൽ പോയപ്പോൾ ക്രിക്കറ്റ് നല്ല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് തൊട്ടപ്പൂട്ട. എനിക്കാണെങ്കിലേ ആ ഒരു ബുദ്ധി ഇല്ല. എന്തെന്നറിയോ, നമ്മൾ ഈ കാണുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഈ വിട്ടിലൊക്കെ വന്നത് ഞാൻ തൊടും. അപ്പം ഞാൻ അവരെ ഫുഡാണെന്ന് എൻ്റെ മൈൻഡിൽ പോകുന്നില്ല. ഞാൻ ചെന്ന് തൊട്ട്. അവരെന്നെ ചീത്ത വിളിച്ചില്ല എന്നുള്ളൂ. കാരണം എനിക്കെന്നാ അറിഞ്ഞുകൂടിയിരുന്ന അതിൻ്റെ മോശമായിപ്പോയി. ഓക്കെ, അവിടെ നല്ല രസമുണ്ടായി. ഇതാണ് നമ്മളിതാ ടിക്കറ്റ് എടുത്ത് കയറാനുള്ള സ്ഥലം. ഉണ്ടാ നല്ല തിരക്കുണ്ട് കേട്ടാ. നമ്മൾ റെയിൻ കോട്ട് വാങ്ങിച്ച് മറ്റേ 100 രൂപയ്ക്ക് കോട്ട് കിട്ടുമല്ല, അത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇതോ കുരങ്ങ് മാളൂട്ടി അമ്മച്ചോ ഇതോ ഇരിക്കണ്. അയ്യോ കാണാൻ പറ്റണോ എന്തോ. എന്തിനാ പറക്കി തിന്നണ മാളു. എന്തരെന്നറിയോ, പണ്ട് ഞങ്ങൾ അവിടെ വേങ്കൽ ഉത്സവം നടക്കുന്ന സമയത്ത് വെടി വെക്കുമ്പോഴത്തേക്ക് ഈ ഉത്സവം ഭയങ്കര സൗണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുരങ്ങന്മാർ പറയും കറക്റ്റ് എൻ്റെ മാളൂനെ പോലത്തെ ഒരു കുരങ്ങ് വരും വെച്ചാൽ ഞാൻ കളിയാക്കണല്ലേ, മാളൂൻ്റെ മുഖം പോലെ അതേ ഷേപ്പുള്ളൊരു കുരങ്ങ് വരുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പം കറക്റ്റ് മാളിനെ പോലെ. 22ാമത്തെ എയർപിന്ന് കയറിയ എയർപിന്ന് മൂന്ന് ചെടി ഇറങ്ങി. അപ്പോൾ നമ്മളിതാ തിന്ന് ബളം വയ്ക്കണം. നമ്മളിതാ ജാമ്പയ്ക്ക വാങ്ങിച്ച്, മാങ്ങ, കുറുത്തിച്ചക്ക ഒക്കെ വാങ്ങിച്ചു കേട്ടാ തിന്നാൻ വേണ്ടിയിട്ട്. ഒരു ടേസ്റ്റ്. നമുക്കിങ്ങനെ ഇത് ചോറിൻ്റെ കൂടെ എടുക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മളാണെങ്കിൽ വിഷമിച്ചാണ് വന്നത്.
കോടയില്ലേ മാളൂനൊഴിച്ച് ബാക്കി എല്ലാവർക്കും വിഷം വരുന്നതാണ്. അവിടെ നിനക്കൊരു വെയില് പോലെ ഉണ്ടായിരുന്നു. അയ്യോതാ കോട കണ്ടപ്പോൾ ഇച്ചിരി ആശ്വാസമായി. താഴെ കണ്ട താഴെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പതാ കോട നിറഞ്ഞിരിക്കുന്നത്. ഫുള്ള് കോട. അയ്യോ ഇപ്പോഴാണ് മനുഷ്യനൊന്ന് ആശ്വാസമായിരുന്നു. നീ ഇങ്ങനെ വിചാരിച്ചു ആദ്യമായിട്ടാണ് പൊന്മുടിയാണ്. ഭയങ്കര ഇളക്കായി ഇയാൾക്ക് കോട കാണുമ്പോ എന്നെ പേടിയാ തന്നെ ഇളക്ക്. ഓ അതാ കണ്ട പൊന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാന്നാണ്ടാ പറഞ്ഞത്. ഒന്ന് പോവാല്ലേ നല്ല തിരക്കുണ്ടേ. ഇന്ന് ശനിയാണ് കേട്ടോ, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞാൻ കൂടെ എനിക്കറിഞ്ഞൂടെ ഇത് എത്ര പേർക്ക് ചിലർക്ക് എന്ത് സന്തോഷമല്ല. മാളുവിനെ പോലെ ആൾക്കാർക്ക് ഇതൊന്നൊരു ഹാപ്പി അല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട കാണുമ്പോഴേ എനിക്കൊരു ഇതാണ് ഗൈസ്. മാളുവിനും ചോറ് തന്നാൽ നമുക്ക് അവിടെ പോയി ചോറ് കഴിക്കാം. കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ചോറ് കഴിക്കാമേ. വിളിച്ചെന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ്. അവിടെ നിന്നപ്പോൾ ഒരു വിഷമമായിരുന്നു, കോട ഇല്ലേ വെയിലും. അപ്പം മാളുവിന് അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. മാളുവിനെ നിർബന്ധിച്ചല്ലേ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ ആ ഒരു സൈക്യാട്രിക് വൈബ് മാളുവിനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പം ഹായ് എന്നെയാണ് എന്നേരം ഓക്കെ. അപ്പോഴേ നമുക്ക് അവിടെ പോയി കഴിക്കാൻ. ഇവിടത്തെ തിരക്ക് കണ്ട, ഞങ്ങൾ ഇത്രയും തിരക്കുള്ള സമയത്ത് വന്നിട്ടേ ഇല്ല. ഈ സൈഡിലൊക്കെ കണ്ട അവിടെയൊക്കെ പാറയാണേ. പക്ഷെ ഇത് കണ്ട ഇത്രയും ആൾക്കാർ നല്ല തിരക്കുണ്ട്. അപ്പം മാക്സിമം ശനി ഞായർ വരാതിരിക്കുക. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നല്ല തിരക്കുണ്ട്. ഇതിപ്പം കഴിയും, ഒരു 5-6 മണിയാകുമ്പോൾ എല്ലാവരും പോകും. എല്ലാം അടയ്ക്കുമല്ലേ എത്ര എല്ലാവരും ഒരു 5 മണിയാകുമ്പോൾ പോകുന്ന നമ്മളൊരു കൂട്ടാ. ഓ ഇന്ന് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ആരൊക്കെ കൊണ്ടുവച്ച് മന്തിനാണ്. അപ്പം എനിക്ക് കൊതിയൊന്നും, ഞാൻ കൊതിയും വിട്ട് എനിക്ക് കൊതിയായി. ഗൈസ് നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. ആൻഡ് ഇതിപ്പം കണ്ട ഈ പ്രദേശം കണ്ട, ഈ പ്രദേശം പോലെയാണ് ആ പ്രദേശവും. പക്ഷെ അവിടെ കാണാൻ പറ്റണില്ല. കണ്ട അവിടെയും ഫുള്ള് ഇത് കേട്ടാ, വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഓ നമ്മളാ അങ്ങ് അവിടെയാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പോയി. ഞാനൊരു പ്ലാൻ ചെയ്യാം. നമുക്ക് കഴിച്ചിട്ട് ഇതെല്ലാം വണ്ടിക്കകത്ത് വെച്ചിട്ട് അങ്ങോട്ടൊക്കെ. ഓ അത് തന്നെ, കഴിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവറെല്ലാം വണ്ടി വെച്ചിട്ട് പോവാം. ഇവിടെ വന്നിട്ട് എല്ലാം ഇട്ടിട്ട് പോകും. മുമ്പൊന്നും എനിക്ക് കഴിയുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നശിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നമ്മള് ഇത് കണ്ട, ഇതാണ് എല്ലാവരും സാൻഡ്വിച്ച് ആണിക്കും ഇത്. നമ്മൾ 3 ഊണ് വാങ്ങിച്ച് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതി തുറന്ന് കഴിക്കാം നമുക്ക്. അതെ എങ്ങനെയുണ്ട് ഈ വൈബ്? സൂപ്പർ അല്ലേ? അപ്പോൾ എന്റെ പീച്ചാണേ, പീച്ച് ഞാനേ ചെരുപ്പിട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ കുണ്ടി വേദന. അതിനിപ്പം വരും. കണ്ട ആ കുന്ന് തെളിഞ്ഞാണ്ട. ഇനിയിപ്പോ ഇങ്ങനെ കോട വന്ന് ഇതാവും. കോടിങ്ങനെ കാറ്റിനനുസരിച്ച് വന്നോണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇതാ കഴിക്കാം. നമ്മൾ ഈ കറികളൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ഗൈസ് നമ്മുടെ ഇത് കണ്ട, പരിപ്പ്, നമ്മളെ മരിച്ചീനി, നെത്തോലി മീൻ പൊരിച്ചത്, ചാള പൊരിച്ചത്, സാമ്പാർ, മോര്, അച്ചാർ. ഇവരിന്ന് കഴിക്കണ്ട. അബി നോക്കിയാണ്. ഇപ്പം ഞങ്ങള് പോണോ? അടിപൊളി ക്ലൈമറ്റ് എന്താ, കോടയും ചോറും. സൂപ്പർ. ഇതുണ്ടാ അവിടെ ആരെയും കാണില്ലല്ലോ, ഫുള്ള് കോട കൊണ്ട് മൂടി. ഞങ്ങളെ ഫുള്ള് കഴിച്ചിട്ട് വരാൻ നല്ല വിശപ്പ്. കഴിച്ചിട്ട് ഇനി നമുക്ക് കോട്ട് വിട്ട് ഇറങ്ങാം, മഴയത്ത്. സോ ഗൈസ് ഇപ്പം ഇവിടെ മഴയില്ല. പക്ഷെ നമ്മൾ മഴ ഇതെങ്ങനെയാടാ മഴ നമ്മൾ നനയാൻ വേണ്ടിയിട്ട് പോവാണ്. മഴ പെയ്യും, ഉടനെ മഴ പെയ്യും. അപ്പൊ ഇതൊന്നിട്ട് എന്നാണ് അപ്പൊ എന്നെ നോക്കൂ. നമ്മളെല്ലാരും എന്താ ഇത് ഇട്ടുകൊണ്ട് നമ്മളെ ഫോട്ടോ എടുക്കാൻ പോകണം.
നമ്മൾ എയിൽ കൊടുത്തിട്ട് മഴ പെയ്യിപ്പിക്കും. കാരണം ഇനി നമ്മൾ താഴോട്ട് പോകണം. ഇൻ കേസ് മഴ പെയ്താലോ ഡ്രസ്സൊക്കെ നനയും. അതുകൊണ്ടാണ്. അക്കു ഇട്ടുകൊണ്ട് പാടാ, നമുക്ക് താഴോട്ട് പോവാം. ഓ എന്തിട്ടാ ഇത് എന്നാ? ഞാൻ പീച്ചിങ്ങ, മാളു പഴ, നീ മയിൽ. മയിൽ 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 മയിൽ. നമ്മൾ ഫോട്ടോ എടുക്കാം. വീടല്ലേ? ആ ഓക്കെ. പിന്നെ വേറെ ഒരാളെ കാണിച്ചു തരാം. നിനക്ക് ഇത്രയും വലിയൊരു അമ്പ്. പോവാ നമുക്ക്. കണ്ട അവര് ഊളന്മാര് പോവാണ്, അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് സീതത്തോടിന് അങ്ങോട്ട് പോവാം. വാ പോവാം. അക്കു നീ വരണ? കോട്ടിട്ടുണ്ട് വാ. വാടാ. എല്ലാരും വിചാരിക്കും നമ്മളെന്തിനും മഴയില്ലാതെ ഈ ഫോട്ടോ കിട്ടും. സത്യം പറഞ്ഞ ഇവിടുത്തെ കോട കാരണം അടുത്ത് നിൽക്കണ പോലും കാണാൻ പറ്റില്ല. അടുത്ത് നിൽക്കുന്ന ആളെ പോലും. അപ്പൊ നമ്മൾ പരസ്പരം തിരിച്ചറിയും. അതാണ് നമ്മൾ ഇത്രയും ഫ്ലൂറസെന്റ് ആയിട്ടുള്ള കളർ ഇട്ടിരിക്കുന്നത് അല്ലേ? ഐസ് കണ്ട കോടമഞ്ഞിൻ ഹീ ഹീ താഴ്വരയിൽ ഹോ കോടമഞ്ഞ്. ഗൈസ് ഇത് കണ്ട, ഇത് ഇവിടെ ഒരു ഫാമിലി കൊണ്ടുവന്നേണ്. പേരെന്തു വെച്ചി? ശിവ പേര്. ഹായ് ശിവ. ശിവ നോക്കട്ടെ. ഇതൊന്നും അല്ല സട്ടിൽ, എങ്കിലും ഇതായിട്ടിരിക്കാണ് കാമായിട്ട്. നമ്മളവിടെ നിന്നെല്ലാം കൊണ്ടുപോകും. എന്നൊക്കെ ചീറ്റി പരന്നോണ്ടൊക്കെ ഓടും. ഇത് പൊന്മുടി കാണാൻ വന്നതാണോ? പൊന്മുടി കാണാൻ വന്നടാ. പൊന്മുടി കണ്ട ഹരിത കുഞ്ഞമ്മ. പൊന്ന് എന്തൊക്കെ കണ്ട്. മിട്ടാപ്പിനെ കൊണ്ടുവരണം എന്നാലോചിച്ചോക്ക്. നമ്മളെ വീട്ടിലും ഉണ്ട്, പക്ഷെ ആൾക്കാരെ കാണാൻ ഭയങ്കര പേടിയാണ്. വഴി അറിയാം. ഞാൻ പണ്ട് കോളേജിൽ നിന്ന് ഫ്രണ്ട്സായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. ഞാനാണ് നിങ്ങളെ മാപ്പ്. ഞാനാണ് പറഞ്ഞു തരണം എവിടെ പോണം. കണ്ട സൂപ്പർ അല്ലേ ഒരു വരണാണ്. പണ്ടൊക്കെ നല്ല പോവാൻ കഴിവുണ്ടായിരുന്നു. ഇപ്പഴേ ബഹളം വെച്ച് ബഹളത്ത് എല്ലാരും മേയ്ക്കണുണ്ട്. സൗണ്ട് കൂയപ്പോ തന്നെ അങ്ങനെ നോക്കിയാ എന്റെ പരിപ്പാണി തന്റെ ഉള്ളിവിടെ അച്ചാറിരിപ്പുണ്ട്. ആ അപ്പൊ നമുക്ക് അങ്ങ് പോവാം. പക്ഷെ അവിടെന്ന് കുറേ പിള്ളേര് വിളിയോട് വിളി. എന്താ എന്തായിരുന്നറിയാമോ? ഈ മറ്റേ പണ്ട് കാലങ്ങളിൽ കുരങ്ങന്മാര് പരസ്പരം കാണുമ്പോഴത്തേക്ക് വിളിക്കുമല്ല. അവന്റെ ശബ്ദക്കുരി കറക്കിക്കളയും. അയ്യോ ഇയാള് എന്ത് അപ്പോട്ടാ മാറി ഗൈസ്. അവിടെ ഷർട്ട് ഊരി കടിച്ച് വിളിക്കാണ്. ഇവിടെ നിന്ന് ഇയാൾ അയ്യോ. പണ്ടൊക്കെ നല്ലതായിരുന്നു. കാണിച്ചരതോ ഇതോ അവരാണ്. ഇതോ കണ്ട നമുക്ക് പോവാം.
തളന്നാ അയ്യോ പൊന്നോ അതുവരെ നടക്കാൻ എനിക്ക് വയ്യ ഗൈസ്. ഇവിടെ നാ മൊട്ടക്കുന്ന് വരെ പോണോന്ന്. പൊന്നെ അവർക്ക് വരാനാണ് എളുപ്പം. കമ്പി അവർക്ക് വരാനാണ് എളുപ്പം. അവരുടെ ഇങ്ങോട്ട് നിരങ്ങാൻ പറഞ്ഞാൽ മതി. ഹായ് സൂപ്പർ അല്ലേ? ഇവിടെ ഇവിടെ മുമ്പ് വന്നിട്ടില്ലല്ലോ. അമ്മ ഓക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല തണുപ്പാണ്. മാമലക്കൻ ഓ ഓ അമ്മി അക്ക ഒന്നാണ് ഭയങ്കര തണുപ്പ്. ആടാ ആ സൂപ്പർ. പൊന്നെ വന്ന് ചെരുപ്പൂരി നോക്കിയാണ് ഭയങ്കര തണുപ്പ്. ജസ്റ്റ് കാല് മുക്കി വെക്ക്. ഓ സൂപ്പർ ഏട്ടാ. എല്ലാരെയും കൊളയിട്ട് അടിച്ചാണ്ട് ഇവിടെ വന്ന പയ്യന്മാരെയൊക്കെ കൊളയിട്ട് അടിച്ച്. മാളുവിന്റെ ചെരുപ്പില്ലാണ്ടുണ്ടെന്ന് പറഞ്ഞ് കൊളയിട്ട് തന്നെ അന്നത്തെ കാലി തൊട്ട് നോക്ക്. ഇവിടെ സൂപ്പർ ഭയങ്കര തണുപ്പ്. ഇത് മിക്കുള്ളവരും പറഞ്ഞ അവിടെ ഒന്ന് കുന്നിൻ്റെ കൊണ്ടേ കയറിയിട്ട് പോകും. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇത് കണക്ക് സൈഡിൽ ഒരു ഇതുണ്ട്, അതിന്റെ തൊട്ട് താഴെ ഇതേപോലെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. നീ ജസ്റ്റ് കാല് മുക്കി വെക്ക്. ഭയങ്കര തണുപ്പ്. സൂപ്പർ അല്ലേ? അത്ര തണുപ്പില്ല, നല്ല തണുപ്പുണ്ട്. ആ പുച്ചേഷ് മാളൂന് തണുപ്പില്ല. അതിന് നല്ല തണുപ്പുണ്ട്. ഫ്രിഡ്ജ് വെച്ച വെള്ളം പോലെയാണ് തണുപ്പ്. നമുക്ക് ചെരുപ്പ് നനയ്ക്കാതെ അക്കൂട്ടാ, കാല് മാത്രം തന്നെ. ചുമ്മാ അല്ല നിനക്ക് വേണ്ടി വരാത്ത. ആ കൊളയിട്ട് തന്നെ അപ്പം. സൂപ്പർ അല്ലേ? അങ്ങോട്ടൊക്കെ അവിടെ കോടാ. ഞാൻ കോളേജിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സീതത്തോ അല്ല അപ്പോടാ. അമ്മ എന്റെ കടിച്ചു കേട്ടോ എന്നാ. ഇല്ലേ അല്ല കടിക്കാൻ വേദന ഇല്ലടി, ചോര പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അല്ല ടോക്സിക് ബ്ലഡ് ആണ് കൊണ്ടുപോണം. പോന്നാ ഓ നമ്മളെ ചെരുപ്പിന് എന്റെ ചെരുപ്പിന് നോക്കിയാണ് ഒരു കുളമായിട്ട് ഞാൻ ചെന്നത് മറ്റേ നോക്കിയാൽ പോണില്ല. കടിച്ചു പന്നല്ല അത് പിടിച്ചിരിക്കണത്. ആ പോയല്ലേ. ആ ചെരുപ്പില് ഇതിനായി നന്നാടാ. ഈ സംഭവം എന്തായിരുന്നറിയോ, ഒരെണ്ണം കാലി പിടിച്ചിരുന്നത് പോവൂല. അതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ ഭയങ്കര പാടാണ്. കാലില് ചെരുപ്പില്ല അതിന് മുട്ടക്കുന്നിന്ന് ഒറ്റ കണക്ട് ചെയ്തോണ്ടിരുന്ന എന്തിന്. ഞാനേ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ഞാൻ കാലൊന്ന് നനച്ചിട്ട് വന്നത് എൻ്റെ ചെരുപ്പിനകത്ത് നോക്കിയപ്പോൾ രണ്ടെണ്ണം എടുത്ത് ചാടി ഒന്നെൻ്റെ കാലിൽ പറ്റിയിരിക്കണം. ഓ അമ്മ ആ അപ്പൊ ഈ സംഭവം അങ്ങോട്ട് പോടാ. അവര് പറഞ്ഞു എൻ്റെ കൂവക്കം കൊള്ളൂലെന്ന്. ഗൈസ് ഞാൻ പണ്ടൊക്കെ നല്ല തൊളർന്ന് കൂക്കൊണ്ടിരുന്നേ. ഓക്കെ അപ്പം അത് കടിച്ചാൽ അത് കടിച്ചു പിടിച്ചാൽ അത് പെട്ടെന്ന് പോലെ അങ്ങനെ മുറിച്ചെടുത്താൽ മുറിവാവെ അങ്ങനെ എന്താ ചെയ്യുക. അപ്പം നമ്മൾ ലൈറ്റർ വെച്ച ഉപ്പിട്ടാണ്ടാണ് അതിനെ വെളിയിൽ കളയാം. കാരണം അത് കുടിച്ച് പെരുത്തൊരു വലിയ ദുമക്ക് പീസ് കണക്കാവും. ഓക്കെ നമുക്ക് ആ സൂപ്പർ. അങ്ങോട്ട് പോയി കാണാനില്ല അവിടെ നിന്ന് ആൾക്കാരാ. ഗൈസ് നമ്മളെ എവിടെയാണെന്നറിയോ, ഇതോ അവിടെ തന്നെയാണ് നമ്മൾ, അവിടെ തന്നെയാണ്. ആ നമ്മളാണ് ഇവിടെ എത്തിയ. കാണാനില്ല അവിടെ നിന്ന് ആൾക്കാരാ. ഗൈസ് നമ്മളെ എവിടെയാണെന്നറിയോ, ഇതോ അവിടെ തന്നെയാണ് നമ്മൾ, അവിടെ തന്നെയാണ്. ആ നമ്മളാണ് ഇവിടെ എത്തിയ. ഗൈസ് അടുത്ത കൊട്ടേഷൻ മാളുവിനെ കൊളായിട്ട കടിച്ച് രക്തം കുടിച്ചാ. ഞാൻ നിന്റെ രക്തം കുടിക്കും. അമ്മോ എവിടെ രക്തം നോക്കട്ടെ. മാളു ഇപ്പൊ തല്ലാതെയാണ്. മാളിന് ചോരണ്ട എവിടെ ആയി കളഞ്ഞാ.
ഏ. അല്ല പറിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഇതാവും, രക്തസ്രാവം ഉണ്ടാവും. ഓ ബ്ലീഡിങ് ഉണ്ടാവും. നാളെ നിന്റെ ചെരുപ്പ് എട്, ആ തട്ട് ചെരുപ്പ് താഴത്തിട്ട്, ആ ചെരുപ്പ്. ഓ കുഞ്ഞ് പൊടിക്കുകള് കേട്ടാ, വീട്ടിൽ കൊണ്ടുപോയല്ല. അതെന്തരാ പൊടി? അമ്പോ അമ്മോ, ഇയാളെ സൈക്കോ അണിഞ്ഞോട്ടിരിക്കാണ്. അതിനെ കടിക്കാൻ വേണ്ടിട്ട് വെച്ചോടുത്ത വിട്ടാണ്. അയ്യോ എന്തിനാ പുട്ട ബ്ലഡ് കളയാനാ? ഡീടോക്സിഫൈ ചെയ്യണത് അല്ലേ ഇത്? ഡീടോക്സിഫൈ ചെയ്യണം. ഇല്ല നോക്കട്ടെ അതിന്റെ ചന്തം. ഓ ഗൈസ്, എന്നെ ഇത് വിടാതെ പിന്തുടരണം. അപ്പു എനിക്കത് കണ്ടിട്ട് നീ കോണം വരണം. അതിനെ കണ്ടിട്ട് അപ്പു അതിന്റെ ചന്ത. അമ്മ കൈ കൊണ്ട് എടുത്ത കൈ പറ്റിയിരിക്കുമെന്ന്. എനിക്കങ്ങ് കിളിയാവണം അതിന്റെ പ്രഹസനം കണ്ടിട്ട്. അപ്പു പൊന്നെ അതിനെ എട്, പൊന്നെ അതിനെ കടിച്ച പറിച്ചെട്. ഓ അപ്പുവിന്റെ കയ്യിലോട്ട്. പൊന്നെ നമുക്ക് പെട്ടെന്ന് പോവാൻ വീട്ടില്. കൊറേ നേരായിട്ട് നടക്കണേ. സംഭവിച്ചു അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു. അവിടെ അങ്ങോട്ട് പോയിക്കാണ്. അവിടെ നിന്നാണ് വന്നേന്നറിയാം. അയ്യോ അയ്യോ പേടിച്ചു. ഇനി ഇവിടെ എന്താ? അമ്മേ സൗണ്ടൊക്കെ പോയി. കൊള്ളയട്ടയും കടിച്ച് മൂടും പോയി. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ രക്തം ഒലിക്കുമ്പോൾ അറിയാം. കാണാതിരുന്ന പ്രശ്നമില്ല, കണ്ടാലാണ് പ്രശ്നം. അതിങ്ങനെ ആക്കുമ്പോൾ ദേഹം ഒരുമാതിരി. ഓക്കെ പറഞ്ഞിരിക്കാം. പൊന്നി ഇത് ഇവിടെ എന്തരത്? അതാണോ മാലാക? എടാ എന്നെയും കൂടെ കൊണ്ടുപോടാക്കൂ. സെൽഫിഷ് ആക്കൂ. പൊന്നി നമ്മൾ എവിടാ? പക്ഷെ ഭയങ്കര തണുപ്പ്, ഭയങ്കര സൂപ്പർ ക്ലൈമറ്റ്. മൂക്കൊക്കെ ഉണ്ടല്ലോ ഐസി നിർത്താനൊക്കെ ഇരിക്കുന്നു, കവളും എല്ലാം. പക്ഷേ കാണാനില്ല. നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ, വഴിയില്ല കണ്ടുകൂടാ. ഗൈസ് ഫൈനലി നമ്മളിവിടെ എത്തി. നമ്മളിതാ വന്ന സ്ഥലം കണ്ട അവിടെ നമ്മൾ വണ്ടി ഇട്ടേക്കണേന്ന് കാണാൻ വയ്യ. അമ്മേ അക്കൊക്കെ ഇരിക്കണൊക്കെയാണ്. എല്ലാവരും മോൻ നോക്കണം, അവരെയൊക്കെ മുഖം ഇരിക്കണൊക്കെയാണ്. സംഭവിച്ചിട്ടുണ്ടോ പകുതി എത്തിയപ്പം വഴിഞ്ഞൊക്കെ പകുതി എത്തിയപ്പം ഇത് ഒന്നും കാണാൻ, എങ്ങോട്ട് പോകണമല്ലോ, മഴയും കൂടെ. ഞാൻ വിഷമിച്ചു പോയി, ടെൻഷനായിപ്പോയി. അപ്പോഴത്തേക്ക് ഇറങ്ങി ഫിസിലൊക്കെ അടിയാണ് തായി. പിന്നെ കാരണം ഇത് മറ്റേ നമ്മൾ എന്തിനല്ലേ ഇത്ര കഷ്ടപ്പെട്ട് കുനിഞ്ഞിറങ്ങിങ്ങനെ വന്നാൽ മതിയായിരുന്നു. മറ്റേ മഴ കൂടി, മഴയായി, കോട ഫുള്ളായി, ആരെയും കാണാനും വയ്യ. പക്ഷെ പൊള്ളി ക്ലൈമറ്റ് ഗൈസ്. ഭയങ്കര സന്തോഷം ഈ നാട്ടുകാരി എന്ന് പറയാനായിട്ട് തന്നെ. ഞാൻ മീൻസ് പൊന്മുടിയിലല്ല നാട്, എന്നാലും തൊട്ടടുത്ത് തന്നെ എൻ്റെ നാടെന്ന് പറയുന്നതിൽ ഐ ആം വെരി പ്രൗഡ് യു നോ. സോ ഗൈസ് വേറൊരു ടാസ്ക് എന്തരെന്നറിയോ? അയച്ചുതരാം, എടുത്തുതരാം. നമ്മളെ വണ്ടി കാണാനില്ല. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയിലില്ല. എവിടെ വണ്ടി? സോ ഗൈസ് നമ്മളിതാ എല്ലാരും തിരിച്ചു പോകാൻ പോവാണ്. എല്ലാരും വൈബ് അങ്ങോട്ട് വയ്ക്കാണ്. ഹായ് കൊച്ചു പിള്ളേരൊന്നുമില്ല, നമ്മളെ പോലെ മുതുക്കരുന്നില്ല, എല്ലാരും എൻജോയ് ചെയ്യണം. അത് കൊച്ചു പിള്ളേർ. നമ്മൾ നേരത്തെ ചോറുന്ന സ്ഥലം എവിടെയെന്നറിയോ? അവിടെ ചോറ് കഴിക്കായിരുന്ന സ്ഥലം. ഇപ്പൊ നോക്കിയാണ് ഫ്രണ്ടിലോട്ട് ഒന്നും കാണാൻ വയ്യ. നോക്കിയാണ് ഫ്രണ്ടിലോട്ട് ഒന്നും കാണാം. ഇപ്പോഴും ആൾക്കാർ വരണതേ ഉള്ളൂ ഏട്ടാ. ബൈ. ഇപ്പോഴും ആൾക്കാർ വരണതേ ഉള്ളൂ.
നല്ല രസമുണ്ട് കേട്ടോ. ഉഫ്. Guys, എന്റെ ഇവിടെ അറിയാൻ പറ്റണം അപ്പൂട്ട ഇങ്ങനെ കുഞ്ഞ് അത് എനിക്കൊന്ന് ഇപ്പൊ ഒട്ടിച്ചോണ്ട് ഇവിടെ എല്ലാം അറിയാൻ പറ്റണം. നോക്ക് എന്റെ കൺപീലിയിലും എല്ലാം അറിയാൻ പറ്റണം. ഓ പൊളി വൈബ് ഗൈസ്. എനിക്ക് പറയുന്നത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു സീസണിൽ മൊട്ട വെയിലുള്ള സമയത്ത് വരരുത്. Yes, ചുമ്മാ താഴെ തോട് വരെ പോയണമ്പോ എന്റെ അടപ്പളായി അങ്ങോട്ട് നടന്നതല്ലേ. ഭയങ്കര സെൽഫ് സർവീസ് ആണ്. അങ്ങോട്ട് പോയി സൂപ്പർ വൈബ് ബെസ്റ്റ്. ഭയങ്കര അടിപൊളി ഗൈസ്. ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഫാമിലിയും കുട്ടിയൊക്കെ വരണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ വരണം. ഇച്ചിരി ബന്തിയാ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്ന് തിന്ന് വൈബ് അടിച്ചിട്ട് പോവാം.